നിഷാദെ, എന്തായാലും കോൺഗ്രസിൻ്റെ പ്രതിനിധിയിൽ നിന്ന് ചർച്ച ആരംഭിച്ചതുകൊണ്ട് കോൺഗ്രസിൻ്റെ സമുന്നതനായ എക്കാലത്തെയും നേതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഇടത്തു നിന്ന് ഞാൻ തുടങ്ങാം. അപ്പോൾ അതിലെന്തായാലും ഒരു തർക്കം അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രതിനിധിക്കോ ഉണ്ടാകാനിടയില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ഈ മഹത്തായ രാഷ്ട്രം നിലനിൽക്കുന്നുവെങ്കിൽ നമ്മളാരും മരിക്കുന്നില്ല. ഇന്ത്യ എന്ന മഹത്തായ രാഷ്ട്രം മരിക്കുന്നുവെങ്കിൽ നമ്മളാരും ജീവിച്ചിരിക്കുന്നില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാചകമാണിത്. എന്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് ചോദിച്ചാൽ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുടെ ഒരു ചെറിയ അതിൻ്റെ വളരെ മിനിയേച്ചർ പതിപ്പാണ് ഞാൻ ഈ കാണിച്ചത്. ലിഖിതമായ ഭരണഘടനയാണ്, ഏറ്റവും വലിയ ഭരണഘടനയാണ്. ഏറ്റവും പണ്ഡിതരായിട്ടുള്ളവരും നിയമജ്ഞന്മാരുമായിട്ടുള്ളവരും ഒരുപാട് അഭിഭാഷകർ, അത് അഭിഭാഷകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പലർക്കും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അവരെല്ലാവരും അഹോരാത്രം പണിപ്പെട്ടിട്ടാണ് ഒരു ഭരണഘടന അത്തരത്തിൽ എഴുതി ഉണ്ടാക്കിയത്. അത് പലപ്പോഴായി കാലികമായ മാറ്റങ്ങൾക്ക് വിധേയമായി വരുമ്പോഴും അടിസ്ഥാന ശിലകൾ ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല എന്നത് സുപ്രീം കോടതി തന്നെ വിധിച്ചിട്ടുള്ള കാര്യമാണ്. ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ പെടുന്നതിൽ ഇവിടെ സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസം, അത് ഗാന്ധിയൻ സോഷ്യലിസം എന്ന് തന്നെ നമ്മൾ വിഭാവന ചെയ്തിട്ടുള്ളത്. ശരി, ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ നീതി, സാമ്പത്തികമായ നീതി, സാമൂഹികമായ നീതി, സാഹോദര്യം, ഫ്രറ്റേണിറ്റി എന്നൊരു പദമുണ്ട്. അത് ഒരിക്കൽ മാത്രം ഈ ഭരണഘടനയിൽ എഴുതിയിട്ടുള്ളതാണ്. ഒരേ ഒരു തവണ ഒറ്റ വാക്ക്. അവിടെ എല്ലാവരും ഒരു ഭാഗത്തേക്ക് ഓടുമ്പോൾ ഒരാൾ മാത്രമായി തിരിഞ്ഞു നിന്നാലും അയാളെ കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്, മാറ്റി നിർത്തുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം എന്നത്. ഇതൊരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്.